നോർത്തേൺ അയർലൻഡിൽ ഒരു വീട് വാങ്ങിക്കുന്നതിനെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ പ്രയാസമായിട്ടുള്ള കാര്യമാണ് ഒരു വീട് റെൻറ്റിന് കിട്ടുക എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് എന്നും ഒരു വീട് റെൻറ്റിന് കിട്ടുന്നതിന് ആവശ്യമായ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ്, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദമാക്കാനായി പോകുന്നത്. നിങ്ങൾ റെൻറ്റിനായി ഒരു വീട് നോക്കുന്ന സമയത്ത് ആദ്യമായി ചെയ്യേണ്ട കാര്യം മൊബൈലിൽ പ്രോപ്പർട്ടി പാൽ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഏത് റീജിയനിലാണോ വീട് വേണ്ടത്, ആ സ്ഥലത്തെ എത്ര വീട് അവൈലബിൾ ആണ്, അതിൻ്റെ പിക്ചർ അതുപോലെ തന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ നോക്കേണ്ട കാര്യം ഏത് ടൈപ്പ് പ്രോപ്പർട്ടിയാണ് നമ്മുടെ പ്രൊഫൈലിൽ മാച്ച് ആവുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ സിംഗിളായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് മാത്രമാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകൾ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ മറ്റ് കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ ഒരു വീട് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മൂന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താവുന്നതാണ്. UK മെയിൻലാൻഡിനെ അപേക്ഷിച്ച് നോർത്തേൺ അയർലൻഡിൽ റെൻറ്റ് കുറവാണ്. ഇവിടെ തുടങ്ങുന്നത് 650 പൗണ്ടും അതിന് മുകളിലേക്കുമാണ് റെൻറ്റ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എത്ര ടൈം ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സാലറി ഒരു മാസം എത്രയാണ്, അതിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഈ കൊടുക്കുന്ന ബഡ്ജറ്റിൽ, അതായത് ഇപ്പോൾ നിങ്ങളൊരു 850 പൗണ്ടിൻ്റെ വീടാണ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടത്തിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അതുപോലെ തന്നെ ഹീറ്റിംഗ് ചാർജ്, ഇത് രണ്ടും നമ്മൾ എക്സ്ട്രാ കൂടി കണ്ടതിന് ശേഷം നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ നമുക്ക് പറ്റുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഈ 3 കാര്യങ്ങളും നിങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത ശേഷം ആ പ്രോപ്പർട്ടി ഇട്ടിരിക്കുന്ന പ്രോപ്പർട്ടി ഏജൻസി ഏതാണോ അവർ നമുക്ക് ഒരു ഇമെയിൽ അയക്കും. ആ ഇമെയിലാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഫില്ല് ചെയ്ത് തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ഒരു വീട് റെൻറ്റ് കിട്ടാനായിട്ട് ആവശ്യമുള്ളത് എന്നാണ്. പ്രൈമറി ആയിട്ട് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ വളരെ സിമ്പിളാണ്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ഇനി ഞാൻ പറയുന്ന ചില ഡോക്യുമെൻറ്റുകൾ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും വീട് കിട്ടാൻ പോകുന്നില്ല. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ വിശദമാക്കാനായി പോകുന്നത്. അതിൽ തന്നെ ഒന്നാമതായി നിങ്ങൾക്ക് വേണ്ടത് ഒരു ലോക്കൽ ഗ്യാരണ്ടർ എന്നുള്ളതാണ്. ഇനി എന്താണ് ലോക്കൽ ഗ്യാരണ്ടർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ പറയാം. നമ്മൾ വീട് റെൻറ്റിനെടുക്കുന്ന സമയത്ത് നമ്മുടെ എഗ്രിമെൻറ്റ് ഒന്നില്ലെങ്കിൽ 6 മാസത്തേക്കാകാം, അല്ലെങ്കിൽ അത് 1 വർഷത്തേക്കാകാം. ഈ എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ സൈൻ ചെയ്യുന്ന 3 പേരിൽ ഒരാളാണ് ലോക്കൽ ഗ്യാരണ്ടർ. ഒന്നാമതായി റെൻറ്റിനെടുക്കുന്ന നമ്മളാണ്, രണ്ടാമത് ഈ വീടിൻ്റെ ലാൻഡ് ലോർഡാണ്, മൂന്നാമത് ലോക്കൽ ഗ്യാരണ്ടറാണ്. അതുകൊണ്ട് തന്നെ ലോക്കൽ ഗ്യാരണ്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക്കൽ ഗ്യാരണ്ടർ ഒരുപക്ഷെ നമുക്കില്ലെങ്കിൽ വീട് കിട്ടാനായി സാധ്യതയില്ല എന്ന് തന്നെ പറയാം. 100% ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, കാരണം ലോക്കൽ ഗ്യാരണ്ടർ ഇല്ലാതെ വളരെ ചുരുക്കം ചില വീടുകളും കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഈ ലോക്കൽ ഗ്യാരണ്ടർ ഓരോ ഏജൻസികൾക്കും വേണ്ട റിക്വയർമെൻറ്റ് വേറെയാണ്. ഉദാഹരണത്തിന് ചില ഏജൻസികൾക്ക് നോർത്തേൺ അയർലൻഡിൽ വീടുള്ള ആൾ തന്നെ വേണം, എന്നാൽ ചിലർക്ക് UKയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വന്തമായി വീടുള്ള ആളായാലും മതി. ഇനി നമുക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനായിട്ട് ഈ ലോക്കൽ ഗ്യാരണ്ടർ നമ്മൾ താമസിക്കുന്ന എവിടെയാണോ അവിടെ വന്ന് സൈൻ ചെയ്യണമെന്നൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് എഗ്രിമെൻറ്റ് കിട്ടുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ കോപ്പി അയച്ചു കൊടുത്ത് അവരത് സൈൻ ചെയ്ത് തിരിച്ച് നമുക്ക് ഈ ഏജൻസിയിലേക്ക് ഒരു ഇമെയിലായി തിരിച്ചയച്ചാൽ മാത്രം മതി. ഇനി ഈ പറയുന്ന ലോക്കൽ ഗ്യാരണ്ടർ അദ്ദേഹം ആ വീടിൻ്റെ ഓണറാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കൂടി ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഏജൻസിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് പ്രീവിയസ് ടെനൻസി എഗ്രിമെൻറ്റ്. മുമ്പ് നമ്മൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തോ ഇനി UKയുടെ ഉള്ളിൽ തന്നെ നമ്മൾ റെൻറ്റിന് താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടെനൻസി എഗ്രിമെൻറ്റ്, മുമ്പുണ്ടായിരുന്ന ടെനൻസി എഗ്രിമെൻ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ മുമ്പ് റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്ന ലാൻഡ് ലോർഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു റെഫറൻസ് ലെറ്റർ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും ചില ഏജൻസികൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതുകൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. മൂന്നാമതായി നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ റെഫറൻസ് ലെറ്റർ. നമ്മൾ അവിടുത്തെ എംപ്ലോയി ആണെന്ന് തെളിയിക്കുന്ന റെഫറൻസ് ലെറ്റർ HR നിന്ന് വാങ്ങി അതുകൂടി സബ്മിറ്റ് ചെയ്യണം. ഈ 3 പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകളാണ് നമുക്ക് ആവശ്യമുള്ളത്.
ഇനി നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വീടിന് ഇൻട്രസ്റ്റഡ് ആയി നമ്മൾ അപ്ലൈ ചെയ്ത് വ്യൂവിങ് എടുക്കുന്ന സമയത്ത്, വ്യൂവിങ്ങിന് ഡേറ്റും ടൈമൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഡോക്യുമെൻറ്റ്സ് ഒന്നും അവർ ചോദിക്കത്തില്ല. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വീടുകളൊക്കെ പോയി നമ്മൾ കാണും. തിരിച്ചു വന്ന് സ്വാഭാവികമായിട്ടും അവർ പറയും നിങ്ങളുടെ ഡോക്യുമെൻ്റ് ആവശ്യപ്പെടുന്ന സമയത്താണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഈ ഡോക്യുമെൻറ്റുകൾ നോക്കുന്നത്. ആ ഒരു സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ലോക്കൽ ഗ്യാരണ്ടർ ഇല്ല, അതല്ലെങ്കിൽ അവരാവശ്യപ്പെട്ട ഏതെങ്കിലും ഒരു പേപ്പർ നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ സമയവും പണവുമാണ് നമുക്ക് നഷ്ടമാകുന്നത്. വ്യൂവിങ് തീർച്ചയായിട്ടും 100% ഫ്രീ ആണ്. പക്ഷേ നമ്മൾ അവിടെ ട്രാവൽ ചെയ്ത് അവിടെ എത്തി നമ്മുടെ സമയം ചിലപ്പോൾ നമ്മൾ ഡ്യൂട്ടി മാറ്റി വെച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് നമ്മളൊരു പ്രോപ്പർട്ടിയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ ഡോക്യുമെൻറ്റുകളൊക്കെ കിട്ടുന്ന ഏജൻസി നമ്മളെപ്പോലെ തന്നെ ഈ വീടിന് ഒരുപാട് പേര് വന്ന് കണ്ടിട്ടുണ്ടാകും. ചിലപ്പം 10 ആകാം, 20 ആകാം, 50 ആകാം, അത് 100 വരെ പോകാം. ചില ലൊക്കേഷൻ അനുസരിച്ച് ഇത് മാറി മറിഞ്ഞിരിക്കും. ചില വീട് നല്ല വീടാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഈ അപ്ലിക്കേഷനിൽ നിന്ന് ഇപ്പം എക്സാമ്പിൾ 100 അപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൽ ഒരു 20 30 അപ്ലിക്കേഷനായിട്ട് ഫിൽട്ടർ ചെയ്യും. ആ ഫിൽട്ടർ ചെയ്ത അപ്ലിക്കേഷൻസ് ആയിരിക്കും സ്വാഭാവികമായിട്ടും ലാൻഡ് ലോഡിന് കൈമാറുന്നത്. ഇനി ലാൻഡ് ലോഡാണ് ഈ 30 അപ്ലിക്കേഷനിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അതായത് അയാൾക്ക് ഇഷ്ടപ്പെട്ട, അയാൾക്ക് അനുയോജ്യമായി തോന്നുന്ന ഒരു അപ്ലിക്കൻറ്റിനെ അയാൾ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് ഫൈനലൈസ് ചെയ്യുകയും അയാൾക്ക് ഇമെയിലായിട്ട് നിങ്ങളുടെ ഈ വീട് റെൻറ്റിന് കിട്ടാൻ നിങ്ങൾക്ക് യോഗ്യരാണെന്നുള്ള രീതിയിൽ ഒരു ഇമെയിൽ നമുക്ക് വന്ന് ഒരു കൺഫർമേഷൻ വരുന്നത്. ഇനിയുള്ള ഈ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യപരീക്ഷണം എന്ന് പറയുന്നത്. കാരണം തീർച്ചയായിട്ടും 30 അപ്ലിക്കേഷൻ കൊടുത്താൽ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ആ വീട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഇപ്പം എനിക്ക് നിങ്ങൾക്കൊക്കെ മനസ്സിലായ ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ പേരിൽ എഗ്രിമെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഹസ്ബൻഡ് വൈഫാണെങ്കിൽ 2 പേരുടെ പേരിലും എഗ്രിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി കുട്ടികളുടെ പേരുണ്ടെങ്കിൽ അതും അതിനകത്ത് നിർബന്ധമായി ആഡ് ചെയ്യണം. കാരണം ഫ്യൂച്ചറിൽ നമ്മുടെ വിസ അതുപോലെ തന്നെ മറ്റ് അപ്ലിക്കേഷൻസൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടെനൻസി എഗ്രിമെൻറ്റിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നമുക്കതിനകത്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന അഡ്രസ്സിൽ ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ ഞാൻ താമസിച്ചതാണ് എന്നുള്ളതിന് കൃത്യമായി പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നതിന് അതുപോലെ എന്ത് ആവശ്യത്തിനാണേലും നമുക്ക് ഏത് അഡ്രസ്സിലാണ് നമ്മൾ താമസിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആവശ്യമാണല്ലോ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നമ്മുടെ പേര് എഗ്രിമെൻറ്റിലുണ്ടെങ്കിൽ അത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് മറക്കാതെ എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ എത്ര അംഗങ്ങളാണോ ഉള്ളത് അവരുടെ പേര് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുക. എഗ്രിമെൻറ്റ് ചില ഏജൻസികൾ 6 മാസത്തേക്കാണ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അത് പേടിക്കൊന്നും വേണ്ട. ഈ 6 മാസം കഴിയുമ്പം സ്വാഭാവികമായിട്ടും അത് പിന്നെ 1 ഇയർ എഗ്രിമെൻറ്റിലേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്യും. ചില വീടുകൾക്ക് വീട് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറയും മിനിമം 2 ഇയർ ആണ് ഞങ്ങളുടെ എഗ്രിമെൻ്റ് എന്ന്. അപ്പോൾ ആ സമയത്ത് മിനിമം 2 ഇയർ എഗ്രിമെൻറ്റ് നമ്മൾ സൈൻ ചെയ്തേ മതിയാവുള്ളൂ. അതല്ലെങ്കിൽ മിനിമം 1 ഇയർ എഗ്രിമെൻറ്റും ഉണ്ട്. ഏതാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക. എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോവുകയാണ്. പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് 1 മാസത്തെ റെൻറ്റ് അഡ്വാൻസ് ആയിട്ടും 1 മാസത്തെ റെൻറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടുമാണ് എല്ലാ ഏജൻസികളും വാങ്ങിക്കുന്നത്. ഉദാഹരണത്തിന് 800 പൗണ്ട് വാടകയുള്ള ഒരു വീടിന് 1600 പൗണ്ട് നമ്മൾ ആദ്യം തന്നെ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കണം. അടുത്ത ശേഷം മാത്രമാണ് നമുക്ക് കീ അവർ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. കീ ഹാൻഡ് ഓവർ ചെയ്ത് കീ കിട്ടി കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിലെത്തി ഈ വീടിന് പൂർണ്ണമായിട്ടും നമ്മൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിക്ചർ എടുത്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത്, നമ്മൾ 1 വർഷം താമസിച്ചു, നമ്മൾ പോകുന്ന സമയത്ത് ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. വീട് വന്ന് കൃത്യമായി അവർ ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഡാമേജ് ആയ സംഭവം, അത് ഒരുപക്ഷെ ലീക്കേജ് ആയിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ക്രാക്ക് ആയിരിക്കാം, മോൾഡ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ഗാർഡൻ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമായിരിക്കാം. അപ്പോഴാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവർ പറയും ഇല്ല, ഇത് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് അത് പ്രശ്നത്തിലേക്ക് പോകാം. അതുകൊണ്ടാണ് കൃത്യമായും ഇതിൻ്റെ നമ്മൾ വീട് വന്ന് താമസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിക്ചേഴ്സ് എടുത്ത്, ആ പിക്ചർ വേണമെങ്കിൽ അവർക്കും കൂടെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വെച്ച് ഫ്യൂച്ചറിൽ വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ അത് വെക്കുന്നത് വളരെ ഉപകാരപ്പെടും. ഇനി ഇങ്ങനെ കിട്ടുന്ന വീടുകൾക്കൊക്കെ തന്നെ മിക്കവാറും വീടുകൾ അൺഫർണിഷ്ഡ് ആയിരിക്കും.
എല്ലാ വീടുകളും ഫർണിഷ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഇനി അൺഫർണിഷ്ഡ് ആണ് എന്നതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടുകൾക്ക് എല്ലാ മാസവും ഒരു 50 അല്ലെങ്കിൽ 100 പൗണ്ട് ചിലപ്പം അധികമായി വാങ്ങിക്കും. അൺഫർണിഷ്ഡ് ആണെങ്കിൽ ആ വീടിൻ്റെ റെൻറ്റ് ചിലപ്പോൾ ഒരു 50 100 പൗണ്ട് കുറവായിരിക്കും. എന്നാൽ നമുക്കൊരു 250 അല്ലെങ്കിൽ 300 400 പൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് വേണ്ടുന്ന ഫർണിച്ചറുകളൊക്കെ നമുക്ക് വാങ്ങിക്കാനും സാധിക്കും. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയ ഫർണിച്ചേഴ്സ് അല്ല, പുതിയ ഫർണിച്ചറൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇഷ്ടംപോലെ ചാരിറ്റി ഷോപ്പുകൾ നോർത്തേൺ അയർലൻഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ഇവിടെയൊക്കെ പോയി നോക്കി സോഫ, ഡൈനിങ് ടേബിൾ, അതുപോലെ തന്നെ ചെയർ, നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ ഫർണിച്ചേഴ്സാണോ നമ്മൾ 1-2 പ്രാവശ്യം പോയി ചാരിറ്റി ഷോപ്പിൽ പോയി നോക്കി അത് വാങ്ങിച്ച് നമുക്ക് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 30-40 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച എല്ലാ സാധനവും അവർ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ഇനി ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പുതിയതായിട്ട് മേടിക്കേണ്ടി വരും. അത് ചിലപ്പം ഫ്രിഡ്ജ്, ഫ്രീസർ ആകാം, ചിലപ്പോൾ വാഷിംഗ് മെഷീൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഡ്രയർ പോലുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ പുതിയത് വാങ്ങിക്കേണ്ടതായിട്ട് വരും. കാരണം അത് സെക്കൻഡ് ഹാൻഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചാരിറ്റി ഷോപ്പിൽ കിട്ടും, പക്ഷേ അത് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് ഒക്കെ വാങ്ങിക്കേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന ഡെപ്പോസിറ്റ്, ആ ഡെപ്പോസിറ്റ് കിട്ടി എന്നുള്ളതിന് ഒരു ഇമെയിൽ കൂടി നമുക്ക് ഏജൻസിയിൽ നിന്ന് വരണം. അത് നോർത്തേൺ അയർലൻഡിൻ്റെ TDS എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവർ അത് ഡെപ്പോസിറ്റായിട്ട് എല്ലാ അഡ്രസ്സിലും ആരാണോ റെൻറ്റിന് താമസിക്കുന്നത് അവരുടെ ഡെപ്പോസിറ്റ് കോമൺ ആയിട്ടാണ് അവരെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എഗ്രിമെൻ്റൊക്കെ തീർന്ന് നമ്മൾ ഈ വീട് മാറാൻ പോകുന്ന സമയത്ത് ഈ ഡെപ്പോസിറ്റ് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ലാൻഡ് ലോഡ് തിരിച്ചു തരണം. അത് തിരിച്ച് തരുന്നതിന് മുമ്പ് ചില ക്രൈറ്റീരിയകളുണ്ട്. നമ്മൾ വീട് തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അവരൊരു ഇൻസ്പെക്ഷന് വരും. ഇൻസ്പെക്ഷന് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അവർ നോക്കും. നമുക്ക് തന്ന ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, നമ്മൾ വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, പെയിൻറ്റഡ് ആണോ, അല്ലെങ്കിൽ ഫ്ലോറിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് മോശമായിപ്പോയോ, കർട്ടൻസ് മോശമായോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ വിശദമായി പരിശോധിക്കും. അതിൽ റെൻറ്റിന് തരുന്നതിന് മുമ്പ് ഓക്കെ ആയിരുന്നു, അതിന് ശേഷം ഈ കൊടുത്ത 1 ഇയറിൽ നമ്മളത് സ്പോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇത്ര എമൗണ്ട് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 800 പൗണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ ഗാർഡൻ നമ്മൾ വെല്ലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഒരു 150 പൗണ്ട്, വീടിൻ്റെ പെയിൻറ്റിങ് വളരെ മോശമാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഒരു 150 പൗണ്ട്, ഇങ്ങനെ ഓരോ പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ചെയ്ത എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നമ്മൾക്ക് വീടിന് ഉണ്ടായ ഒരു ഡാമേജിന് അനുസരിച്ച് അവരത് കട്ട് ചെയ്തിട്ട് ബാക്കി പണമാണ് നമുക്ക് അത് റിട്ടേൺ ആയിട്ട് തരുന്നത്. ഇനി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ആവശ്യമുള്ള, അതായത് ഒരുപാട് പേര് റെൻറ്റിന് വീട് അന്വേഷിക്കുന്നവരുണ്ടാവാം, അപ്പം അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു.